കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയുമായി ഭാര്യ മഞ്ജുഷ കണ്ണൂരിലെ വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത്. SIT അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലെന്ന് കെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു കുറ്റപ്പെടുത്തി. അന്വേഷണം പ്രോപ്പറായ രീതിയിലല്ല പോയതെന്ന് ഞങ്ങൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഫൈനൽ റിപ്പോർട്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇവർ അന്വേഷിക്കുന്നില്ല, ഇവരുടെ അന്വേഷണം പോകുന്ന രീതി കണ്ടുകൊണ്ട് ഞങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലോട്ടൊന്നും കടന്നൊരു വിധി വന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതേ അന്വേഷണ സംഘം തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞിപ്പോൾ റീ ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കുന്നത്. അവർ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയ ശേഷം ഫയൽ ചെയ്തതാണ് ഇപ്പോഴത്തെ ഫൈനൽ റിപ്പോർട്ട്. അതിലെ പോരായ്മകളും നമ്മൾ പറഞ്ഞ അന്വേഷിക്കാത്ത കാര്യങ്ങളുമാണ് നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മിഥില ബാലൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥില, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തുടരന്വേഷണ ആവശ്യം? മിഥില, ഉന്മേഷിപ്പം ഈ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഈ അന്വേഷണ ഘട്ടത്തിലും ഒപ്പം തന്നെ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലും കുടുംബം ഉന്നയിച്ച കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം നടത്തിയില്ല, അല്ലെങ്കിൽ അവരൊന്നും അന്വേഷിച്ചില്ല എന്ന ഒരു പരാതിയും ആരോപണവും തന്നെ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ആരോപണങ്ങളെല്ലാം തന്നെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്നിപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതിൽ 13 പോരായ്മകളാണ് ഇവർ എടുത്ത് ചൂണ്ടിക്കാട്ടിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എന്നത് കുറ്റപത്രം പ്രതിക്ക് അനുകൂലമായ തരത്തിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളൊന്നും തന്നെ ഈ ഒരു കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഏറെയുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൈക്കൂലി വാങ്ങിയില്ല എന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ ഒരു കുറ്റപത്രത്തിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലോ ഉണ്ടായിട്ടില്ല. പ്രതിയുടെ പക്ഷം പിടിച്ചു മാത്രമാണ് ഈ ഒരു അന്വേഷണം നടത്തിയത് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് പറയുന്നു. മാത്രമല്ല കൈക്കൂലി കൊടുത്തു എന്നതിനൊരു തെളിവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് CCTV ദൃശ്യങ്ങളാണ്. ഈ പോലീസ് സമർപ്പിച്ച CCTV ദൃശ്യങ്ങളിൽ ഒന്നും വ്യക്തമായ ഒരു ദൃശ്യങ്ങളൊന്നും അതിലില്ല. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതികൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു കുറ്റപത്രവും അന്വേഷണ റിപ്പോർട്ടും എല്ലാമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് ശരിയല്ല. ഇതിൽ ഒരു തുടരന്വേഷണം വേണം. തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിൽ അന്വേഷണ വിധേയമാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ തുടരന്വേഷണത്തിനായുള്ള ഹർജി നൽകിയിട്ടുള്ളത്. ഈ മാസം 16-ന് ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. ശരി മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.